സമയം മാത്രമേ തരുള്ളൂ. ഒരു വസ്തു, ഒരു കല്ല് അല്ലെങ്കിൽ വസ്തു താഴേക്ക് വീണ സമയം മാത്രമേ തരുള്ളൂ. ആ സമയം മാത്രം തന്നിട്ട് ഈ ബിൽഡിങ്ങിന്റെ ഉയരം, ഈ നമ്മളുടെ അവിടുന്നുള്ള താഴത്തേക്കുള്ള ഉയരം കണ്ടെത്തണം. ചെയ്യാൻ കഴിയോ? ഞാൻ പറയാം, ശ്രദ്ധിച്ചോളി. ഒരു കല്ല് നമ്മൾ താഴേക്ക് ഇട്ടപ്പോൾ 2 സെക്കൻഡ് കൊണ്ടാണ് ആ കല്ല് താഴെത്തിയത്. അങ്ങനെയാണെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ ഉയരം നമുക്ക് കണ്ടെത്തണം. അതിനുള്ള സൂത്രവാക്യാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. S=UT + ½ എന്നാണ് ഇക്വേഷൻ. ഇതില് ഈ U എന്ന് പറഞ്ഞാൽ ആദ്യ പ്രവേഗം. ആദ്യ പ്രവേഗം ഇവിടെ എത്രയാണെന്ന് പറയുന്നത് 0 ആയിരിക്കും. അങ്ങനെ ആവുമ്പോ ഈ ഭാഗം മൊത്തം 0 ആവും. അപ്പൊ ഈ ഇക്വേഷൻ എന്താവും പറയുന്നത് ½ എന്നാണ്. എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതുവരെ പഠിച്ചത് 10 നമുക്ക് എടുക്കാം. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇവിടെ G ആണ്. എന്ന് പറഞ്ഞാൽ അത് G ആയി മാറും. ഈ എത്ര 10, അര × 10. പിന്നെ T എത്ര 2. അപ്പൊ എത്രയാണ് 2². അപ്പൊ S=1/2 × 10 × 4 തന്നെ വരാം. ആണെങ്കിൽ ഇത് 2 വെട്ട. അവിടെ 2 വെട്ട 2 × 10 എത്ര 20 മീറ്റർ. അപ്പൊ 2 സെക്കൻഡോടെ കല്ല് താഴത്തേക്ക് എത്തിയോ ആ ബിൽഡിങ്ങിന്റെ ഉയരം എത്ര? സിമ്പിൾ അല്ലേ? ഇതേപോലെ വേറൊരു കണക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ സമയം നമുക്ക് 3 സെക്കൻഡോടാണ് ഒരു കല്ല് താഴേക്ക് എത്തിയത്. 3 സെക്കൻഡോടാണ് ഒരു കല്ല് താഴേക്ക് എത്തിയത്. അപ്പൊ നമുക്ക് ആ ബിൽഡിങ്ങിന്റെ ഉയരം കാണണമെങ്കിൽ ഏത് ഇക്വേഷൻ നമ്മൾ പറഞ്ഞത് U0 ആണ് അല്ലേ? അപ്പൊ ആ ഇക്വേഷൻ എന്താവും? S=1/2 AT². അര ഇവിടെ ഉണ്ട്. എത്ര നമ്മൾ പഠിച്ചു? എത്ര 10 × T എത്ര 3² അപ്പൊ നമ്മൾ അര × 10 × 9 ആണല്ലേ? ഇനി ആണെങ്കിൽ ഇതും വെട്ട. അവിടെ 5 അല്ലേ കിട്ട. 5 × 9 മാത്രമേ 5 × 9 45 മീറ്റർ. അപ്പൊ 45 മീറ്റർ ആയിരിക്കും അതിന്റെ ഉയരം. അപ്പൊ ഇങ്ങനെ ഒരു കണക്കൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പ്രയാസം ഉണ്ടോ? ഒരു ഐഡിയ കിട്ടിയോ? അപ്പൊ ഒരു വസ്തു താഴേക്ക് പതിക്കുമ്പോ അതിന്റെ സമയം മാത്രം തന്നാൽ അതിന്റെ ഉയരം കാണാൻ ഇങ്ങനെ ചെയ്താൽ